ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് സ്വാഗതം. ഇന്ന് നിഫ്റ്റിയിൽ നമുക്കൊരു 74 പോയിന്റിന്റെ ഒരു ഇടിവ് അല്ലെങ്കിൽ 0.29% ഒരു ഇടിവ് മാത്രമാണ് കാണാൻ കഴിയുന്നതെങ്കിലും യഥാർത്ഥത്തിൽ ഇന്നത്തെ ഇൻട്രാഡേ ഹൈ ആയിട്ടുള്ള 26,302 വരെ നിഫ്റ്റി പോയിരുന്നു. ആ ഒരു ലെവലിൽ നിന്നാണ് 25,884 എന്ന ലെവലിലേക്ക് നിഫ്റ്റി തിരിച്ചു വന്നത്. അവിടെ ഒരു 150 പോയിന്റോളം ഇടിവാണ് യഥാർത്ഥത്തിൽ ഇൻട്രാഡേ ഹൈയിൽ നിന്നുണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ഫ്രൈഡേ നമ്മൾ കണ്ടതാണ് നിഫ്റ്റി 26,000 മുകളിൽ ടച്ച് ചെയ്തിട്ട് അവിടെ നിന്ന് താഴോട്ടേക്ക് വന്നതോടുകൂടി നിഫ്റ്റി ഫിയർ സോണിലേക്ക് പോയിരുന്നു. ആ ഒരു ഫിയർ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയാണ്. കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷനിൽ ഇപ്പോൾ നിഫ്റ്റി നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് മൂഡ് ഇൻഡെക്സും സൂചിപ്പിക്കുന്നത് കൺഫേംഡ് ആയിട്ടുള്ള ഒരു ഫിയർ സോണിലേക്ക് അത് നീങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പൊതുവെ ഇൻവെസ്റ്റേഴ്സ് വളരെ കോഷ്യസ് ആയി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് മാക്രോ എക്കണോമിക് അനൗൺസ്മെന്റുകൾ വരാൻ പോവുകയാണ്. പ്രത്യേകിച്ച് RBI റേറ്റ് കട്ട്, അതുപോലെ GDP ഡാറ്റ തുടങ്ങിയ പ്രധാനപ്പെട്ട അനൗൺസ്മെന്റുകൾ വരുന്നത് കൊണ്ട് തന്നെ അവിടെ കോഷ്യസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് എടുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇന്ന് സെക്ടർ വൈസ് നമ്മൾ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ മിക്സഡ് ആണ്. IT ആണ് പ്രധാനമായിട്ടും ഇന്നത്തെ മാർക്കറ്റിനെ പുറകോട്ട് വലിച്ചതെങ്കിൽ റിയൽ എസ്റ്റേറ്റും അതുപോലെ PSU ബാങ്കും സപ്പോർട്ട് നൽകിയതായിട്ടും കാണാം. നിഫ്റ്റി 50യിൽ 17 സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തപ്പോൾ 33 സ്റ്റോക്കുകൾ ഡിക്ലൈൻ ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ നിഫ്റ്റി 50യിൽ അഡ്വാൻസ് ചെയ്ത സ്റ്റോക്കുകൾ കുറവും ഡിക്ലൈൻ ചെയ്ത സ്റ്റോക്കുകൾ കൂടുതലുമാണ്. അവിടെ BEL, ഹിൻഡാൽകോ, SBI, ശ്രീറാം ഫിനാൻസ്, ഡോക്ടർ റെഡ്ഡി പോലെയുള്ള സ്റ്റോക്കുകളാണ് ടോപ്പ് 5 ഗെയിനേഴ്സ് എങ്കിൽ പവർ ഗ്രിഡ്, ഇൻഫോസിസ്, ട്രെൻഡ്, ടാറ്റ മോട്ടോഴ്സ്, പാസഞ്ചർ വെഹിക്കിൾ, അതുപോലെ അദാനി എന്റർപ്രൈസസ് ഒക്കെയാണ് മേജർ ലൂസേഴ്സ് ആയിട്ട് ഇന്ന് നിഫ്റ്റി 50യിൽ നമ്മൾ കാണുന്നത്. എന്നാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, ബ്രോഡ് മാർക്കറ്റിൽ നമ്മൾ മൊത്തത്തിലുള്ള അഡ്വാൻസ് ഡിക്ലൈനിന്റെ ഡാറ്റ പരിശോധിച്ചാൽ NSEയിൽ 1642 സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തപ്പോൾ 1476 സ്റ്റോക്കുകളാണ് ഡിക്ലൈൻ ചെയ്തത്. അതായത് അവിടെ ഡിക്ലൈൻ ചെയ്ത സ്റ്റോക്കുകൾ കുറവാണ്, അഡ്വാൻസ് ചെയ്ത സ്റ്റോക്കുകളാണ് കൂടുതൽ. ഇനി BSEയിലേക്ക് വരികയാണെങ്കിൽ അവിടെയും 48% സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തപ്പോൾ 47% സ്റ്റോക്കുകൾ ഡിക്ലൈൻ ചെയ്യാനുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിട്ടുള്ള ഒരു ട്രെൻഡിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അന്നൊക്കെ നിഫ്റ്റി 50 ഇൻഡെക്സിലുള്ള അഡ്വാൻസ് ഡിക്ലെയർ റേഷ്യോ ആയിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത രീതിയിലായിരുന്നു ഈ മിഡ് ക്യാപ് സ്മോൾ ക്യാപ്പിലൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഇന്ന് നിഫ്റ്റി നെക്സ്റ്റ് 50 പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. മിഡ് ക്യാപ് 150 പോസിറ്റീവിലാണ്, സ്മോൾ ക്യാപ് 250 പോസിറ്റീവിലാണ്, മൈക്രോ ക്യാപ് 250 പോസിറ്റീവിലാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ന് മാർക്കറ്റിൽ നടന്നത് ഇൻഡെക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു വോളറ്റിലിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ കാരണം നമുക്കറിയാം, ഇന്ന് എക്സ്പയറി ഡേ ആണ്. എക്സ്പയറി ഡേ പൊസിഷൻസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിഗ് ഇൻവെസ്റ്റേഴ്സ് നടത്തിയ ഷോർട്ട് കവറിങ്ങും മറ്റ് പൊസിഷൻ ചേഞ്ചിങ്ങും ഒക്കെയാണ് ഈ രീതിയിലുള്ള 150 പോയിന്റ് ഫോൾ ഇൻട്രാഡേയിൽ നിഫ്റ്റിയിൽ ഉണ്ടാവാനുള്ള കാരണം. യഥാർത്ഥത്തിൽ ഇന്ന് റീറ്റെയിലേഴ്സിന്റെ പോർട്ട്ഫോളിയോ നോക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ മാർക്കറ്റ് ഡെപ്ത് മൊത്തത്തിൽ ഓക്കെയാണ്. എന്നാൽ അവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ ഇന്നലെ കണ്ടു തുടങ്ങിയത് FIIസിന്റെ ഔട്ട്ഫ്ലോസ് ആണ്. അപ്പോൾ അവർ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ നെറ്റ് സെല്ലേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇന്നലെ 4100 കോടിയോളം ഒരു സെല്ലിംഗ് ആണ് അവർ നടത്തിയത്. അപ്പോൾ ഇന്ന് തിരിച്ചു വന്ന ഒരു സെക്ടർ എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് സെഗ്മെന്റ് ആണ്. അവിടെ 3% ഒരു റീബൗണ്ട് റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്കുകളിൽ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 5 ട്രേഡിംഗ് ഡേയിൽ കണ്ടിന്യൂസ് ആയിട്ട് അണ്ടർ പെർഫോം ചെയ്യുകയായിരുന്ന റിയൽറ്റി സ്റ്റോക്കുകളാണ് ഈ രീതിയിലൊരു തിരിച്ചുവരവ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ഒരു ഹെൽത്തി കറക്ഷൻ നടന്നു എന്ന് വേണമെങ്കിൽ പറയാം. റിയൽ എസ്റ്റേറ്റ് സെഗ്മെന്റിന്റെ ലോങ് ടേം ഗ്രോത്ത് സ്റ്റോറി ഇപ്പോഴും ഇൻടാക്റ്റ് ആയിട്ട് നിൽക്കുകയാണ് എന്ന് വേണം കരുതാൻ. അപ്പോൾ അവിടെ നമ്മൾ ഇന്ന് റിയൽ എസ്റ്റേറ്റ് ഇൻഡെക്സിലുള്ള 10 സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ 10 സ്റ്റോക്കുകളും പോസിറ്റീവിലാണ്. ഇപ്പോൾ ബ്രിഗേഡ് എന്റർപ്രൈസസ്, അനന്തരാജ്, ഫിനിക്സ് മിൽസ്, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, ശോഭ, അതുപോലെ ഒബ്റോയ് റിയാലിറ്റി, പ്രസ്റ്റീജ് എസ്റ്റേറ്റ്സ്, DLF, സിഗ്നേച്ചർ, ലോധ ഡെവലപ്പേഴ്സ് ഒക്കെ ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ട് കാണാം. ഇതുപോലെ ഇന്ന് നിഫ്റ്റിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട സെക്ടർ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു മുന്നേറ്റം നടത്തിയിട്ടുള്ളത് PSU ബാങ്ക് സെഗ്മെന്റ് ആണ്. അവിടെ മഹാരാഷ്ട്ര ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, പഞ്ചാബ് സിന്ധ് ബാങ്ക്, സെൻട്രൽ ബാങ്ക്, കനറ ബാങ്ക്, SBI, IOB, യൂണിയൻ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ തുടങ്ങിയ സ്റ്റോക്കുകളൊക്കെ ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ട് കാണാം. കൂടാതെ ഇന്നത്തെ ഇന്ത്യൻ റുപ്പിയുടെ ഒരു പ്രകടനവും മോശമല്ലാത്ത രീതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ 89.23 എന്ന ലെവലിൽ ക്ലോസ് ചെയ്ത ഇന്ത്യൻ റുപ്പി ഇന്ന് ഏർലി ട്രേഡിംഗ് ഡേയിൽ കാണുന്നത് 87.8 പെർ ഡോളർ എന്ന ലെവലിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു ചേഞ്ചാണ്. എന്നാൽ ഫൈനലി 89.2 എന്ന ലെവലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ റുപ്പി സ്ട്രെങ്തൻ ചെയ്യുന്നതിൻ്റെ ഒരു ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയതായിട്ട് കാണാം. അപ്പോൾ അത് യഥാർത്ഥത്തിൽ മാർക്കറ്റിൽ ഒരു റിലീഫാണ്. കാരണം ഇന്ത്യൻ കറൻസി വലിയ തോതിൽ വീക്ക് ആവുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിംഗ് വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഏതായാലും ഈ ഒരു റിക്കവറി നെക്സ്റ്റ് ഡേയ്സിലൊക്കെ തുടരുമോ എന്ന് നമുക്ക് വാച്ച് ചെയ്യാം. അപ്പോൾ റിസർച്ച് ഫേമായിട്ടുള്ള കെയർ എഡ്ജിൻ്റെ ഒരു റിപ്പോർട്ട് നമുക്കിന്ന് കാണാൻ കഴിയും. അവിടെ അവർ പറയുന്നത്
ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അത് ഗവൺമെൻറ് സെക്ടറിലായാലും കോർപ്പറേറ്റ് സെഗ്മെൻറ്റിലായാലും 40% ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മൊത്തത്തിൽ കോർപ്പറേറ്റ് ഓർഡർ ബുക്ക് 21% വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു കാപ്പക്സ് എക്സ്പാൻഷൻ ഗവൺമെൻറ് സെക്ടറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 40% ഇയർ ഓൺ ഇയർ ഇൻക്രീസ് ആണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കാണുന്നത്. അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകിച്ച് 19ഓളം സാമ്പിൾ സ്റ്റേറ്റുകൾ നോക്കുകയാണെങ്കിൽ അവിടെ 13% ഇയർ ഓൺ ഇയർ റൈസ് ആണ് ഈ കാപ്പക്സിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് കൂടുതൽ പണം സ്പെൻഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് മാർക്കറ്റിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ സഹായിക്കും. ഇതേപോലെ തന്നെ കോർപ്പറേറ്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും വർദ്ധിച്ചിട്ടുണ്ട്. അത് 11% വർധനമാണ് FY25 ഉണ്ടായിട്ടുള്ളത്. അതുപോലെ ക്യാപിറ്റൽ ഗുഡ്സ് സെഗ്മെൻറ്റിലുള്ള ഓർഡർ ബുക്കും 7% ഇൻക്രീസ് ആയിട്ടുണ്ടെന്നാണ് ഇവരുടെ റിപ്പോർട്ടിൽ പറയുന്നത്. അതുകൂടാതെ മൊത്തത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് സെന്റിമെന്റ് അതും ഉയർന്നിട്ടുണ്ട്. കാരണം FY26 പകുതി കഴിയുമ്പോഴത്തേക്ക് 15% ഒരു ഇൻക്രീസ് പുതിയ ഇൻവെസ്റ്റ്മെന്റുകളിൽ ഉണ്ടായിട്ടുണ്ട്. അത് പ്രീവിയസ് ഇയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 15% ഒരു ഇൻക്രീസ് ആണെന്നാണ് ഈ കെയർ എഡ്ജിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇത് നമ്മൾ മ്യൂച്വൽ ഫണ്ട് മാനേജേഴ്സ് കഴിഞ്ഞ ഒക്ടോബർ മാസം റീഷഫിൾ ചെയ്ത ചില സെക്ടേഴ്സും സ്റ്റോക്കുകളും നോക്കുകയാണെങ്കിൽ അവർ FMCG, ബാങ്കിങ്, ടെലികോം മേഖലയിലൊക്കെ ഇപ്പോൾ ഹെവി വെയിറ്റ് ആയി നിൽക്കുകയാണ്. അതുപോലെ ഓട്ടോ, എനർജി സെക്ടറിലേക്കും അവർ ഹോൾഡിംഗ് ട്രിം ചെയ്തതായിട്ടും കാണാം. ഇപ്പോൾ ഈ ജെം ഫൈനാൻഷ്യൽസ് കൊണ്ടുവന്നിട്ടുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ ഒക്ടോബർ മാസം മ്യൂച്വൽ ഫണ്ടുകളുടെ ഫേവറേറ്റ് സ്റ്റോക്കായിട്ട് മാറിയിട്ടുള്ളത് ITC ആണ്. അപ്പോൾ ഏകദേശം 7,851 കോടിയുടെ ഒരു ബൈ വാല്യൂ ആണ് മ്യൂച്വൽ ഫണ്ടുകൾ ഈ ഒരു സ്റ്റോക്കിൽ നടത്തിയിട്ടുള്ളത്. അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് HDFC ബാങ്കാണ്. അവിടെ 5,730 കോടിയുടെ ഒരു എഡിഷനാണ് ഉണ്ടായിട്ടുള്ളത്. ടെലികോം സെഗ്മെന്റിലെ ലീഡിംഗ് കമ്പനിയായിട്ടുള്ള ഭാരതി എയർടെൽ, പ്ലാറ്റ്ഫോം ബിസിനസ്സിലുള്ള എറ്റേണൽ, ഈ രണ്ട് സ്റ്റോക്കുകളിലും 5,000 കോടിയുടെ ഒരു ബൈങ് നടന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ഏവിയേഷൻ സെഗ്മെന്റിലും ഏകദേശം 5,000 കോടിയുടെ ഒരു ബൈങ് പ്രത്യേകിച്ച് ഇന്റർ ഗ്ലോബ് ഏവിയേഷൻ എന്ന സ്റ്റോക്കിൽ നടന്നിട്ടുണ്ട്. സെക്ടോറൽ ബേസ് നോക്കുകയാണെങ്കിൽ NBFC അതായത് നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനികളിലാണ് വലിയ തോതിലുള്ള ബൈങ് ഈ മ്യൂച്വൽ ഫണ്ട് മാനേജേഴ്സ് നടത്തിയിട്ടുള്ളത്. ഏകദേശം 7,652 കോടിയുടെ ഒരു ബൈങ് ആ ഒരു സെക്ടറിൽ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ബെനിഫിറ്റ് നേടിയിട്ടുള്ള കമ്പനികൾ നോക്കുകയാണെങ്കിൽ ടാറ്റ ക്യാപിറ്റൽ, BSE, ശ്രീറാം ഫിനാൻസ്, ആദിത്യ ബിർള ക്യാപിറ്റൽ, ബജാജ് ഫിനാൻസ് എന്നീ സ്റ്റോക്കുകളാണ് പ്രധാനപ്പെട്ട 5 സ്റ്റോക്കുകൾ അവിടെ നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ NBFC കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു സെക്ടർ കൺസ്യൂമർ സെക്ടറാണ്. അവിടെ ഈ ITCയിലെ ഈ 6,000 കോടിയുടെ ബൈങ്ങിന് പുറമെ ബ്രോക്കറേജുകൾ കൂടുതൽ ഇൻട്രസ്റ്റ് എടുത്തിട്ടുള്ളത് ലെൻസ്കാർട്ട് സൊല്യൂഷനും, ഗോദ്രേജ് കൺസ്യൂമർ, ബ്രിട്ടാനിയ, ജൂബിലന്റ് ഫാർമോവ തുടങ്ങിയ കമ്പനികളിലാണ്. അപ്പോൾ ഇതിന് വിപരീതമായിട്ട് ഓട്ടോ സെഗ്മെന്റിലും ഓട്ടോ കമ്പോണന്റ് സെഗ്മെന്റിലും അവർ നല്ല സെല്ലിംഗ് നടത്തിയായിട്ട് കാണാം. 3,495 കോടിയുടെ ഓവറോൾ സെല്ലിംഗ് ആണ് ഈ സെക്ടറിൽ നടത്തിയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ അവർ ട്രിം ചെയ്ത സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ, അതുപോലെ മാരുതി സുസുക്കി, ബജാജ് ഓട്ടോ, TVS മോട്ടോഴ്സ്, അശോക് ലേലൻഡ് എന്നീ സ്റ്റോക്കുകളിലൊക്കെ ഇവർ ഹോൾഡിംഗ് കുറച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിലും ശക്തമായ ഔട്ട്ഫ്ലോ ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 2,698 കോടിയുടെ ഒരു ഔട്ട്ഫ്ലോ ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവിടെ സെല്ലിംഗ് പ്രഷർ നേരിട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ റിലയൻസ് ഇൻഡസ്ട്രീസും, HPCLും, ഗെയിലും, BPCLും, ONGCയും ഒക്കെയാണ്. അപ്പോൾ ഇപ്പോഴും മ്യൂച്വൽ ഫണ്ടുകൾ ഓവർ വെയിറ്റ് ആയിട്ട് നിൽക്കുന്നത് ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് ഹെൽത്ത് കെയർ, ഇ-കൊമേഴ്സ്, ക്യാപിറ്റൽ ഗുഡ്സ്, കൺസ്യൂമർ ഡ്യൂറബിൾസ്, അഗ്രോ കെമിക്കൽസും പെട്രോ കെമിക്കൽസും തുടങ്ങിയ സെക്ടറുകളിലാണ്. ഇവർ അണ്ടർ വെയിറ്റ് ആയിട്ട് നിൽക്കുന്നത് പ്രൈവറ്റ് ബാങ്ക്സും, ഓയിൽ ആൻഡ് ഗ്യാസ് സെഗ്മെൻറ്റും, കൺസ്യൂമർ സെഗ്മെൻറ്റും, IT സർവീസും, മെറ്റൽ ആൻഡ് മൈനിങ്ങുമാണ്. അപ്പോൾ ഈ അണ്ടർ വെയ്റ്റിൻ്റെ ലിസ്റ്റ് അവർ ഇനിയും ചേഞ്ച് ചെയ്യാതെ നിൽക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ഒക്ടോബർ മാസത്തെ ഒരു റീഷഫ്ലിംഗ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ പല മ്യൂച്വൽ ഫണ്ട് ഹൗസുകളുടെയും ക്യാഷ് ഹോൾഡിംഗ് വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. അവരിനിയും ഒരു തീരുമാനമെടുക്കാതെ ക്യാഷ് ഏകദേശം 4.7% ടോട്ടൽ AUMൻ്റെ ക്യാഷ് കയ്യിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ നല്ല അവസരത്തിനായിട്ട് അവർ കാത്തു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. പ്രത്യേകിച്ച് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ബൈങ് നടത്താനാണ് ഇത്തരത്തിലുള്ള ക്യാഷ് ഇവർ ഹോൾഡ് ചെയ്യുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഇവിടെ ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.